വെടിനിർത്തലിന് സമ്മതമറിയിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യുക്രൈന്റെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ധാരണയായി. എന്നാൽ 30 ദിവസത്തെ പൂർണ്ണ വെടിനിർത്തലെന്ന ട്രംപിന്റെ ആവശ്യം പുടിൻ നിരാകരിച്ചിട്ടുമുണ്ട്. യുദ്ധം ഒരിക്കലും തുടങ്ങാൻ പാടില്ലായിരുന്നുവെന്ന് ഇരുകൂട്ടരും അംഗീകരിച്ചതായി ഫോൺ സംഭാഷണത്തിന് ശേഷം വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ട ഫോൺ സംഭാഷണം 1.5 മണിക്കൂർ നീണ്ടു. 30 ദിവസത്തെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന ട്രംപിന്റെ നിർദ്ദേശം പുടിൻ അംഗീകരിച്ചു. പക്ഷേ പൂർണ്ണ വെടിനിർത്തൽ എന്ന ട്രംപിന്റെ ആവശ്യം പുടിൻ നിരാകരിച്ചു. യുക്രൈനുള്ള സൈനിക സഹായം പാശ്ചാത്യ രാജ്യങ്ങൾ പൂർണ്ണമായി നിർത്തിയ ശേഷമേ ട്രംപിന്റെ പദ്ധതി അംഗീകരിക്കാനാകൂ എന്ന് പുടിൻ നിലപാടെടുത്തു. ട്രംപിന്റെ പദ്ധതി കഴിഞ്ഞയാഴ്ച യുക്രൈൻ അംഗീകരിച്ചിരുന്നു. എന്നാൽ സമ്പൂർണ്ണ വെടിനിർത്തൽ കരാർ കൊണ്ടുവരാനുള്ള ചർച്ചകൾ തുടരാൻ ട്രംപും പുടിനും തമ്മിൽ ധാരണയായി. ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനായുള്ള സഹകരണത്തിന്റെ സാധ്യതകളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. മാത്രമല്ല, നിബന്ധനകളുടെ ഒരു നീണ്ട പട്ടിക തന്നെ പുടിൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. റഷ്യയുടെ സുരക്ഷാ താൽപര്യങ്ങളും യുദ്ധത്തിന്റെ മൂലകാരണവും കണക്കിലെടുക്കണമെന്ന് പുടിൻ ട്രംപിനോട് പറഞ്ഞു. യുക്രൈനുള്ള എല്ലാ വിദേശ സൈനിക സഹായവും ഇന്റലിജൻസ് സഹായങ്ങളും പൂർണ്ണമായും നിർത്തലാക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. താൽക്കാലിക വെടിനിർത്തൽ യുക്രൈൻ സൈന്യത്തിന് ആക്രമണം നടത്താൻ സമയം നൽകുമെന്നതായിരുന്നു റഷ്യൻ പ്രസിഡന്റിന്റെ പ്രധാന ആശങ്ക. അതിനാലാണ് US മധ്യസ്ഥതയെ അംഗീകരിക്കുമ്പോഴും അവർ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിൽ പല ഉപാധികളും റഷ്യ മുന്നോട്ട് വെച്ചത്. അതേസമയം യുക്രൈനും റഷ്യയും തമ്മിൽ 175 യുദ്ധ തടവുകാരെ പരസ്പരം വെച്ചുമാറുന്ന കാര്യം പുടിൻ ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചു. മാരകമായി പരിക്കേറ്റ് റഷ്യയുടെ പിടിയിലായ 23 യുക്രൈൻ സൈനികരെ വിട്ടുകൊടുക്കാമെന്നും പുടിൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, News 18.